ലോകത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടി നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. സോ അവിടെ ഒരു വിവാദമുണ്ടായി. അവിടെ പ്രദർശനത്തിനെത്തിയ ഒരു യൂണിവേഴ്സിറ്റി ഒരു ചൈനീസ് നിർമ്മിത റോബോട്ടിനെ കൊണ്ടുവന്നു. അത് വലിയ വിവാദമായി. ഇത് എല്ലാം കോപ്പേഡി ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ശരിയാണ്, അവർ കൊണ്ടുവന്നത് ചൈനീസ് റോബോട്ടാണ്. പക്ഷേ എന്തുമാത്രം ഇന്ത്യൻ കമ്പനികൾ എന്തുമാത്രം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവിടെ കൊണ്ടുവന്നു. എത്ര മാധ്യമങ്ങൾ അതിന് ഈ പ്രാധാന്യം കൊടുത്തു. ഈ നെഗറ്റീവ് വാർത്ത കൊടുക്കുന്നതിൻ്റെ 10-1 പ്രാധാന്യം ആ പോസിറ്റീവ് വാർത്തകൾക്ക് എത്ര മാധ്യമങ്ങൾ കൊടുക്കില്ല. കാരണം ഇന്ത്യ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഞാനിവിടെ ഇന്ത്യയിലെ ചില കമ്പനികൾ സ്വന്തമായിട്ട് നിർമ്മിച്ച പ്രോഡക്റ്റുകളെ ഞാനിവിടെ പരിചയപ്പെടുത്താം. ഈ ചൈനയുടെ റോബോട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഇതേപോലത്തെ ഒരു റോബോട്ട് നിർമ്മിച്ചത് അമേരിക്കയാണ്. ഈ അമേരിക്ക നിർമ്മിച്ചു എന്ന യാഥാർത്ഥ്യം മറച്ചു വയ്ക്കരുത്. അമേരിക്കൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ആദ്യമായിട്ട് ഈ ഡോഗ്സിനെ പോലെ ആ ഒരു രീതിയിൽ 4 കാലിൽ നടക്കുന്ന നായകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഇതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ കുറെ കോപ്പി അടിച്ചുമാണ് ചൈന ഇതുപോലെയുള്ളത് നിർമ്മിക്കാൻ തുടങ്ങിയത്. അമേരിക്കൻ കമ്പനി അപേക്ഷിച്ച് ചൈന നിർമ്മിക്കുന്നത് താരതമ്യേന വിലക്കുറവുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. ചൈന AI ടെക്നോളജിയിലെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മളല്ല എന്ന് എവിടെയും പറയുന്നില്ല. അമേരിക്ക ചൈനയേക്കാൾ മുന്നിലാണ് എന്നതും ഒരു വസ്തുതയാണ്. പക്ഷേ ചൈനയ്ക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെക്കാൾ കുറെ കൂടെ വിസിബിൾ ആണ് എന്നതാണ് ഒരു പ്രത്യേകത. ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ സമാനമായിട്ട്, അതായത് ചൈനയുടെയും അമേരിക്കയുടെയും കയ്യിലുള്ളതിനോട് സാദൃശ്യമുള്ള റോബോട്ടിനെ ഇന്ത്യൻ കമ്പനികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയാം. ജനറൽ ഓട്ടോണമി ബംഗളൂരു ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് 20 കിലോ വരെ ഭാരം ചുമക്കാൻ കഴിയുന്ന പരം എന്ന് പറയുന്ന ഒരു റോബോട്ടിനെ പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ചിത്രങ്ങൾ ഇവിടെ വെക്കാം. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു റോബോട്ടാണ്. നമ്മളിപ്പോൾ ചൈനയുടെ യൂണിട്രി എന്ന് പറയുന്ന ആ റോബോട്ടുമായിട്ട് സാദൃശ്യമുള്ള സെയിം റോബോട്ടാണ്. അമേരിക്കയുടെ ബോസ്റ്റൺ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയ റോബോട്ടുമായിട്ട് സാദൃശ്യമുള്ള റോബോട്ടാണ് പരം എന്ന് പറയുന്നത്. വളരെ മികച്ച ഒരു റോബോട്ടാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിന്റെ വീഡിയോ യൂട്യൂബിലും മറ്റുമൊക്കെ പോയി കാണാൻ പറ്റും. സോ ഇന്ത്യയിലുമുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ വേണ്ടത്ര പ്രചാരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് IIT കാൺപൂരിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് ടെറ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. സ്വാൻ 2 എന്ന് പറയുന്ന റോബോട്ടുകളെയാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇതിന്റെ പല വേരിയന്റുകളും ഈ ഇന്ത്യൻ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ക്വാഡ്രൂപ്പഡ് അഥവാ 4 കാലുകളുള്ള ഒരു റോബോട്ടാണിത്. ഇവയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഭാരം കുറഞ്ഞവയും എന്നാൽ കരുത്തുറ്റതുമായ കാർബൺ ഫൈബർ ബോഡിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പടവുകൾ കയറാനും ചരിവുകളിലൂടെ നടക്കാനും കല്ലും മണ്ണും നിറഞ്ഞ പ്രതലങ്ങളിൽ ബാലൻസ് തെറ്റാതെ നീങ്ങാനും ഇതിന് സാധിക്കും. സാമാന്യം തെറ്റില്ലാത്ത ഭാരം വഹിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ഓട്ടോണമസ് രീതിയിൽ പ്രവർത്തിപ്പിക്കാനും ഇതിന് കഴിയും. ജോയിസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ പ്രവർത്തിപ്പിക്കുവാനും കഴിയും. അപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു റോബോട്ടാണ്. 60 മിനിറ്റാണ് ഇതിന്റെ ബാറ്ററി പാക്കപ്പ് എന്ന് പറയുന്നത്. ഇതെന്താ മോശമാണോ? ഇന്ത്യക്ക് ഒരു കഴിവുമില്ല, എല്ലാം ചൈനയിൽ നിന്ന് ഇറക്കുമതിയാണ്, കോപ്പിയാണെന്ന് പറയുന്നവര് ഈ രാജ്യത്തോട് കൂറില്ലാത്ത കൂട്ടരാണ്. ചൈന എങ്ങനെ ഇതുവരെ എത്തിയെന്നുള്ളത് ആർക്കും അറിയാത്തൊന്നുമല്ല. അമേരിക്കൻ പ്രോഡക്റ്റുകളെ കോപ്പി അടിച്ചും യൂറോപ്യൻ കമ്പനികളെയും ജപ്പാൻ കമ്പനികളെയും പ്രോഡക്റ്റുകളെ കോപ്പി അടിച്ചുകൊണ്ടാണ് ചൈന ഇത്രയും ലെവലിലേക്ക് എത്തിയത്. റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെയും മറ്റുമൊക്കെ. ചൈനയുടെ J-20 യുദ്ധവിമാനം പോലും അമേരിക്കയുടെ F-22 നിന്നും F-35 നിന്നും കോപ്പി അടിച്ചതാണ്. റോൾസ് റോയ്സിന്റെ കോപ്പിയുണ്ട് ചൈനയിൽ. അതുപോലെ ജാഗോറിന്റെ കോപ്പിയുണ്ട്, റേഞ്ച് റോവറിന്റെ കോപ്പിയുണ്ട്. ലോകത്തെ എല്ലാത്തിന്റെ കോപ്പിയും ചൈന കിട്ടും. അപ്പൊ ചൈന കോപ്പി അടിക്കുന്നതിൽ പേര് കേട്ട രാജ്യമാണ്. ആ ഒരു രാജ്യം അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്. നമ്മൾ അതുപോലെയുള്ള ഒരു രാജ്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ കോപ്പി റൈറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. മറ്റുള്ളവരുടെ കണ്ടെത്തലുകൾക്കും എഫേർട്ടിനും റെസ്പെക്ട് കൊടുക്കുന്ന രാജ്യമാണ്. നമ്മളതുകൊണ്ട് അതേപടി കോപ്പി അടിച്ചിട്ടില്ല. ആ യൂണിവേഴ്സിറ്റിയിലെ ആ പ്രൊഫസർ അവർ വായി തോന്നിയത് വിവരമില്ലാത്തത് വിളിച്ചു പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിവാദമാണ്. അതിനർത്ഥം ഇന്ത്യയിലെ കമ്പനികൾക്കൊന്നും ഇതൊന്നും ഇല്ല അല്ലെങ്കിൽ നിർമ്മിക്കാൻ അറിയില്ല എന്നല്ല. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണത്തിന്റെ കാര്യം പറഞ്ഞുള്ളൂ. ഇനിയുമുണ്ട് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ 4 കാലുകളുള്ള റോബോട്ടുകളെ നിർമ്മിച്ചതിന് ഉദാഹരണങ്ങൾ ഇനിയും പറയാം. സെൻ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഇന്ത്യൻ സൈന്യത്തിനായിട്ട് ആയുധങ്ങൾ ഘടിപ്പിക്കാൻ കഴിയുന്ന റോബോട്ട് നായകളെയാണ് ഇവർ വികസിപ്പിച്ചെടുത്തത്. പ്രഹാസ്ത എന്നോ മറ്റോ ആണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ വെക്കാം. അതായത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സെൻ ടെക്നോളജീസ് വികസിപ്പിച്ച അത്യാധുനികമായിട്ടുള്ള
ക്വാഡ്രൂപ്പഡ് അഥവാ 4 കാലുള്ള റോബോട്ടാണ് പ്രഹസ്ത എന്ന് പറയുന്നത്. പ്രതിരോധ മേഖലയ്ക്കും സുരക്ഷാ സേനകൾക്കും വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതൊരു റോബോട്ടിക് ഡോഗ് ആണ്. മനുഷ്യർക്ക് നേരിട്ട് പോകാൻ അപകടകരമായ സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് യുദ്ധങ്ങളിൽ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു റോബോട്ടാണിത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്, മെഷീൻ ഗണ്ണുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്, അതുപോലെ വെടിയുതിർക്കുമ്പോൾ ഉണ്ടാവുന്ന തിരിച്ചടി താങ്ങാനുള്ള പ്രത്യേക സാങ്കേതിക വിദ്യയും ഇതിലുണ്ട്. പടവുകൾ കയറാനും ചതുപ്പുകളിലൂടെയോ കല്ലും മണ്ണും നിറഞ്ഞ വഴികളിലൂടെയോ ഒക്കെ ബാലൻസ് തെറ്റാതെ നീങ്ങാനും ഇതിന് സാധിക്കും. വീണുപോയാൽ സ്വയം എഴുന്നേൽക്കാനുള്ള കഴിവും ഇതിനുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനങ്ങൾ സ്വയം കണ്ടെത്തുവാനും തടസ്സങ്ങൾ ഒഴിവാക്കുവാനും ഇതിന് കഴിയും. 3D മാപ്പിംഗ് സാങ്കേതിക വിദ്യ കൂടി ഇതിലുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. തത്സമയം പരിസരത്തിന്റെ 3D മാപ്പുകൾ തയ്യാറാക്കാൻ ലിഡാർ സെൻസറുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ കണ്ടെത്തുവാൻ ഇതിന് സഹായിക്കാൻ കഴിയും. ദുർഘടമായ അതിർത്തി പ്രദേശങ്ങളിൽ രാത്രിയും പകലും പെട്രോളിംഗ് നടത്താൻ ഇതിന് കഴിയും. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുവാനും അവ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുവാനും ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വലിയൊരു മുന്നേറ്റമാണ് ഈ സെൻ ടെക്നോളജീസിന്റെ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. DRDOയുടെ അടക്കം സഹായവും ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും അധികം ആരും ചർച്ചയില്ല. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. വിവാദങ്ങളോടാണ് എല്ലാവർക്കും വലിയ താല്പര്യം. ഇവിടം കൊണ്ട് തീർന്നോ? ഇനിയുമുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പിന്തുണയുള്ള ഒരു കമ്പനി കൂടിയുണ്ട്. ആഡ്വെർബ് ടെക്നോളജീസ് എന്നാണ് അതിന്റെ പേര്. അവരും നിർമ്മിക്കുന്നുണ്ട് സമാനമായിട്ടുള്ള ഒരു ആധുനികമായ റോബോട്ട്. നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോബോട്ടിക്സ് കമ്പനിയാണിത്. ഇവര് വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായിട്ടുള്ള ക്വാഡ്രൂപ്പഡ് റോബോട്ടാണ് ട്രാക്കർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത മൾട്ടി ലെയർ ക്വാഡ്രൂപ്പഡ് റോബോട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മനുഷ്യർക്ക് പോകാൻ കഴിയാത്ത അപകടകരമായ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുക, നിരീക്ഷണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് തന്നെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. നൂതനമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. തടസ്സങ്ങൾ തിരിച്ചറിയുവാനും അവ ഒഴിവാക്കി സഞ്ചരിക്കാനും ഇതിന് കഴിയും. ഏത് പ്രതലങ്ങളിലും സുഗമമായിട്ട് നടക്കാൻ കഴിയും. പടവുകൾ കയറാനും ഇറങ്ങാനും കഴിയും. പരിസരത്തിന്റെ 3D മാപ്പിംഗ് തയ്യാറാക്കാനായിട്ട് ഇതിന് സാധിക്കും. ഇൻഡോർ കെട്ടിടങ്ങളില്, ഔട്ട്ഡോർ പ്രദേശങ്ങളിലൊക്കെ ഒരേപോലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവയ്ക്ക് കഴിയും. എണ്ണ ശുദ്ധീകരണശാലകൾ, ഗ്ലാസ് പ്ലാന്റുകൾ, അതുപോലെ പൈപ്പ് ലൈനുകളിലെ ചോർച്ചയോ മറ്റ് തകരാറുകൾ ഇവയൊക്കെ പരിശോധിക്കാൻ ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. വലിയ വെയർഹൌസുകളിലും ഫാക്ടറി പരിസരങ്ങളിലും രാത്രികാല നിരീക്ഷണത്തിന് ഇവയെ ഉപയോഗിക്കാം. കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളിൽ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ ക്യാമറകൾ ഉപയോഗിച്ച് ഇവയെ ഉപയോഗപ്പെടുത്താം. കൃത്യമായ പാതകളിലൂടെ സഞ്ചരിച്ച് നിശ്ചിത വിവരങ്ങൾ ശേഖരിക്കാൻ ഇവയെ ഉപയോഗപ്പെടുത്താം. ചുരുക്കത്തിൽ റിലയൻസ് പോലെയുള്ള ഒരു വലിയ കമ്പനിയുടെ പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായിട്ടുള്ള ഒരു റോബോട്ടാണ് ആഡ്വെർബ് എന്ന് പറയുന്നത്. വ്യവസായ മേഖലയിലെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അപ്പോൾ എത്ര റോബോട്ടുകളെ കുറിച്ച് നമ്മൾ ഇന്ത്യ നിർമ്മിക്കുന്ന എത്ര റോബോട്ടുകളെ കുറിച്ച് നമ്മൾ ഇതിനോടകം പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടം കൊണ്ട് തീർന്നില്ല, ഇനിയും ഉണ്ടെന്നേ. ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്വയ റോബോട്ടിക്സ് ഇന്ത്യയിലെ റോബോട്ടിക്സ് രംഗത്തെ ഒരു പ്രമുഖ സ്റ്റാർട്ടപ്പാണ്. പ്രതിരോധ മേഖലയ്ക്കും വ്യവസായങ്ങൾക്കുമായിട്ട് ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക റോബോട്ടുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ 4 കാലുകളുള്ള റോബോട്ടുകളെയും ഇവർ വികസിപ്പിക്കുന്നുണ്ട്. ഏകദേശം 25 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന, ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിക്കാനും സൈനികർക്കൊപ്പം നീങ്ങാനും കഴിയുന്ന റോബോട്ടുകൾ. ഈ കമ്പനി തന്നെ വേറെയും ചില റോബോട്ടുകളെ നിർമ്മിക്കുന്നുണ്ട്. എക്സോസ്കെലിട്ടൺ എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു റോബോട്ട് ഉണ്ട്. ഇന്ത്യൻ സൈനികർക്ക് ഭാരമേറിയ വസ്തുക്കൾ എളുപ്പത്തിൽ ചുമക്കാനും ദീർഘദൂരം തളർച്ചയില്ലാതെ നടക്കാനും സഹായിക്കുന്ന വസ്ത്രം പോലെ ധരിക്കാൻ കഴിയുന്ന ഒരു യന്ത്ര സംവിധാനം. അതുപോലെ തന്നെ കൊബോട്ട്സ് എന്ന് പറയുന്ന മറ്റൊരു റോബോട്ടും ഇവർ നിർമ്മിക്കുന്നുണ്ട്. മനുഷ്യർക്കൊപ്പം സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന റോബോട്ടിക് കൈകളാണിവ. ഇവ ഫാക്ടറികളിലും മെഡിക്കൽ ഉപകരണ നിർമ്മാണ രംഗത്തും ഒക്കെ ഉപയോഗിക്കുന്നവയാണ്. നോക്കൂ, എന്തുമാത്രം സ്റ്റാർട്ടപ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. നമുക്കുണ്ടാവുന്ന വിഷമം എന്താണെന്നറിയോ? ഈ ഉണ്ടാവുന്ന ചെറിയ ചെറിയ എന്താ പറയുക വീഴ്ചകളെ അല്ലെങ്കിൽ നെഗറ്റീവ് കോണ്ടന്റുകളെ മാത്രം പർവ്വതീകരിച്ചിട്ട് പോസിറ്റീവ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു നാണം കെട്ട പ്രവണത. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് തന്നെ ആവാം ഈ പ്രതിപക്ഷ പാർട്ടികൾ രാഹുൽ ഗാന്ധിക്കൊന്നും ഒരു മര്യാദയും ഇല്ല കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കോൺഗ്രസ് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ്. അതായത് അങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു വീഴ്ച എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കയറി പിടിക്കാൻ. ശരി, പ്രതിപക്ഷത്തിന് അതാണ് ജോലിയെങ്കിൽ ചെയ്തോ, നല്ലതിനെ നല്ലതെന്നും കൂടെ പറയടൂ.
നല്ലതിനെയും കൂടെ ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ ദാ ഇത്രയും കമ്പനികളുണ്ട്. പ്രേക്ഷകരിൽ എത്ര പേർക്ക് ഇവരെ അറിയാം? ഈ കമ്പനികളെ അറിയാം? ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കമ്പനികൾ ഇതുപോലുള്ള റോബോട്ടുകൾ നിർമ്മിക്കുന്നുവെന്ന് എത്ര പേർക്കറിയാം? വളരെ കുറച്ച് പേർക്ക് ഡീപ്പായിട്ട് ഇത്തരം ടോപ്പിക്കുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരറിവും ഉണ്ടാവില്ല. കാരണം ഇതൊന്നും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നില്ല. നമ്മുടെ പത്രങ്ങൾ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് നെഗറ്റീവ് വാർത്തകളല്ലാതെ പോസിറ്റീവ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? രാജ്യത്ത് ഇങ്ങനെയുള്ള പുരോഗതി ഉണ്ടാകുന്നുണ്ട്. ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, ഒരു വിവരമില്ലാത്ത സ്ത്രീ ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ രാജ്യത്തിനെ മൊത്തം കൊണ്ടുവന്ന് പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന് പറയുന്നത്, അത് മാധ്യമങ്ങളുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട്. ഈ ഒരു വാർത്തയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനിടയിൽ ഇന്ത്യയെ താറടിച്ച് കാണിച്ചുകൊണ്ട് ശരിക്കും നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വാർത്താ ദാരിദ്ര്യം പിടിച്ച കൂട്ടർ ഇതുപോലെ ലോകത്ത് വേറെ ഇല്ല. വേറെ ഏതെങ്കിലും രാജ്യം എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. എൻ്റെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും അതെടുത്ത് ആഘോഷമാക്കി അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല. ഇവിടുത്തെ മാധ്യമ ബിസിനസ് സംരംഭകർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കോണ്ടന്റുകളെ വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാം. ഞാൻ ഈ ചാനലിൽ എൻ്റെ പ്രേക്ഷകർക്ക് അറിയാലോ, എത്രയോ വർഷമായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നു. മാക്സിമം രാജ്യത്തിന്റെ പോസിറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്. അതിന്റെ പ്രധാന കാരണം രാജ്യത്തിന് നെഗറ്റീവ് ഒന്നും ഇല്ല എന്നോ ഇവിടെ നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് ഒട്ടുമിക്ക മാധ്യമങ്ങൾ തുറന്നാലും നെഗറ്റീവ്സേ കാണാനുള്ളൂ. അപൂർവങ്ങളിൽ അപൂർവമാണ് പോസിറ്റീവ് വാർത്തകൾ കാണുന്നത്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പേജിൽ ഒതുങ്ങും. അത് ചർച്ചയാവില്ല, അതിനെ ചർച്ചയാക്കില്ല. എന്തെങ്കിലും നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരാഴ്ചത്തെ അന്തി ചർച്ചയാണ്. അതാണ് ഇവിടുത്തെ ഒരു ദുരന്തം പിടിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പറയാതെ വയ്യ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.